ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ജ്യൂസാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ മാങ്ങ ധാരാളമായി ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മധുരം വെച്ച് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണ്. പച്ചമാങ്ങയോ അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് മധുരമുള്ള മാങ്ങയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് അധികം നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിതൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. നമുക്കിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ജ്യൂസറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരത്തോടുള്ള താല്പര്യം അനുസരിച്ച് മാത്രം പഞ്ചസാര ചേർക്കുക. അല്ലെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് മധുരം വെച്ച് തുടങ്ങിയിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് എനിക്ക് അധികം ഷുഗറിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി നിങ്ങൾ ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ സോൾട്ട് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നിങ്ങൾക്ക് പുതിനയിലയുടെ ടേസ്റ്റ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അല്പം പുതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോട് താല്പര്യമില്ലാത്തവർ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഞാനിപ്പോൾ ഈ പുതിനയിലയും അതുപോലെ തന്നെ ഇതിനോടൊപ്പം 1/2 ഗ്ലാസ് തണുത്ത വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തരി ഒട്ടും തന്നെ ഇല്ലാത്ത വിധത്തിൽ അരച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി ഇത് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ജ്യൂസ് 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് എനിക്ക് അധികം ജ്യൂസ് കിട്ടാതിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ഇത് ഒന്നുകൂടി ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ തിക്കായിട്ട് ഈ ജ്യൂസ് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് തരികളുള്ളതായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് തരികളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അരിക്കുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾ ഈ ജ്യൂസ് ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ കിട്ടുന്ന ഈ സീസണിൽ തന്നെ നിർബന്ധമായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.